ഇപ്പോൾ യോനെക്സ് പ്രോ സീരീസ് റാക്കറ്റുകളുടെ അവൈലബിലിറ്റി കുറവാണല്ലേ. എന്തായിരിക്കും ഇതുപോലൊരു ഷോർട്ടേജ് വരാൻ കാരണം? യോനെക്സ് അവരുടെ പ്രോ സീരീസ് റാക്കറ്റുകൾ ജപ്പാനിൽ മാത്രമാണ് മാനുഫാക്ചർ ചെയ്യുന്നത്. ജപ്പാനിലെ നീഗാറ്റ ഫാക്ടറിയിലാണ് ഇവർ ചെയ്യുന്നത്. എന്താണെന്ന് വെച്ചാൽ ഇവരുടെ ക്വാളിറ്റി ചെക്കിംഗ് അഷ്വർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവർ പ്രൊഡക്ഷൻ ജപ്പാനിൽ മാത്രമാക്കിയിരിക്കുന്നത്. പിന്നെ ഈ യോനെക്സ് പോലുള്ള കമ്പനികൾ പ്രോ സീരീസ് റാക്കറ്റുകളുടെ നിർമ്മാണം സാധാരണ മെറ്റീരിയൽ വെച്ചല്ല ചെയ്യുന്നത്. വളരെ ഹൈ പ്രിസിഷൻഡ് ആയിട്ടുള്ള മെറ്റീരിയലാണ് അവർ യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇതിന്റെ നിർമ്മാണം കൃത്യതയോടെ വേണം. നേരത്തെ ഉണ്ടാകുന്ന സിറ്റുവേഷൻ അല്ല. മുൻകാലങ്ങളെ അപേക്ഷിച്ച് യോനെക്സ് പ്രോ സീരീസ് റാക്കറ്റുകളുടെ ആവശ്യക്കാരുടെ എണ്ണവും അതുപോലെ ഉപയോഗവും വളരെ കൂടിയിട്ടുണ്ട്. പണ്ട് ബജറ്റ് ഫ്രണ്ട്ലി റാക്കറ്റുകളാണ് ആളുകൾക്ക് ഡിമാൻഡ് ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പൊ ഇതുപോലുള്ള പ്രോ സീരീസ് റാക്കറ്റുകൾക്കാണ് ഡിമാൻഡ് കൂടുതൽ. ആളുകളുടെ പർച്ചേസിംഗ് പവറും മെന്റാലിറ്റി ഒക്കെ ഹൈ ഡിമാൻഡിലേക്കായി. അതുപോലെ തന്നെ ഒന്നിൽ കൂടുതൽ റാക്കറ്റുകളൊക്കെ കൈവയ്ക്കുക എന്ന് പറഞ്ഞൊരു സാധാരണ കാര്യമായി. അപ്പോഴെന്താ ഈ ഡിമാൻഡിനനുസരിച്ചുള്ള സപ്ലൈ വരുന്നില്ല. പിന്നെ ഈ റോ മെറ്റീരിയലുകളുടെ പ്രൈസ് ഹൈക്കും ഇവര് പ്രൊഡക്ഷൻ ലിമിറ്റ് ആക്കാൻ വേണ്ടിയിട്ടുള്ള വേറെ കാരണം. പിന്നെ സാധാരണ ഫാക്ടറികളെ പോലെ ഇന്നൊരു 1000 എണ്ണം ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടുത്ത ദിവസം ഒരു 10,000 എണ്ണം ഉണ്ടാക്കാന്നുള്ള രീതിയിൽ പെട്ടെന്ന് സ്കെയിൽ ചെയ്യാൻ പറ്റില്ല. കാരണം അത്ര ശ്രദ്ധ വേണ്ട കാര്യമാണ് ഈ പ്രോ സീരീസ് ഫാക്ടറികളുടെ നിർമ്മാണം. ഇപ്പോൾ നിലവിൽ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ 2027 ആകുമ്പോഴത്തേക്കും ജപ്പാനിൽ അവരുടെ പുതിയ പ്ലാന്റ് സ്റ്റാർട്ട് ആകും. അപ്പോൾ മാനുഫാക്ചറിങ് കൂടുതലായി നമുക്ക് സുഗമമായ സപ്ലൈ കിട്ടുമെന്ന് പ്രതീക്ഷിക്കാം.